ഹലോ നമസ്കാരം. ഭയങ്കര എക്കോ ഒക്കെ ആയിരിക്കും കേട്ടോ കേൾക്കുമ്പോൾ. ഞാൻ എന്താ പറയുക, ഭയങ്കര എക്കോ ഉള്ളൊരു സ്ഥലത്തിരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. 2-3 ദിവസമായിട്ട് ഭയങ്കര ഒരു ഹാപ്പിനെസ് പറയണം എന്ന് ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്താ പറയുക, എനിക്ക് അതിനുള്ളൊരു സമയമൊന്നും കിട്ടിയില്ല എന്നുള്ളതാണ്. അതാണ് ഞാൻ പിന്നെ എന്തോ ആയിക്കൊള്ളട്ടെ എന്ന് വെച്ചിട്ട് വീഡിയോ എടുക്കാനായിട്ട് വന്നിരുന്നത്. അപ്പോൾ എൻ്റെ കോലൊന്നും ഇങ്ങനെ ഞെട്ടുണ്ട. അപ്പോൾ എനിക്ക് തോന്നുന്നു 2020 ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഞാൻ വീഡിയോസൊക്കെ ഇടുമായിരുന്നെങ്കിലും എനിക്കന്ന് എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. എങ്ങനെ വീഡിയോ ചെയ്യണമെന്നും അറിയത്തില്ലായിരുന്നു, കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ കയ്യിൽ കിട്ടുന്നത് വാരി വലിച്ചിടുന്നൊരു സ്വഭാവമായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇന്നും വലിയ മാറ്റമൊന്നും ഇല്ലെങ്കിലും കുറേയൊക്കെ കാര്യങ്ങളിൽ എനിക്ക് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എന്താ പറഞ്ഞു വന്നതെന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ 2020 മുതൽ ഒരു 4 വർഷക്കാലമായിട്ടുണ്ട് നമ്മളിപ്പം യൂട്യൂബ് ചാനൽ കൊണ്ടിങ്ങനെ മുന്നോട്ട് പോകുന്നു. 4 വർഷമായിട്ടുണ്ട് ഓൾമോസ്റ്റ്. 4 വർഷത്തിൽ ഇപ്പോഴാണ് മീൻസ് എന്താ പറയുക, ഈ മാസമാണ് 2024 ജൂലൈയിലാണ് ചാനൽ മോണിറ്ററൈസേഷൻ നടന്നിട്ടുള്ളത്, ഏണിങ്സ് വരാൻ തുടങ്ങിയിട്ടുള്ളത്. കാരണം ഇതിനു മുന്നേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമെങ്കിലും അതിൻ്റെ വാച്ച് അവറൊക്കെ ഏകദേശം ഒന്ന് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, എന്തെങ്കിലും തിരക്കും കാര്യങ്ങളായിട്ട് എനിക്ക് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്താക്കും, അത് പകുതിക്ക് വെച്ച് നിർത്തും. പിന്നെ കുറച്ച് നാളിങ്ങനെ വീഡിയോ ഇടും, ശരി എങ്ങനെയെങ്കിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാനത് സ്റ്റോപ്പ് ചെയ്യും, പിന്നെയും ഞാൻ അത് കണ്ടിന്യൂ ചെയ്യും, പിന്നെയും സ്റ്റോപ്പ് ചെയ്യും. ഈ ഒരു രീതിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അവസാനം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ശരിയാക്കില്ല, ഏതെങ്കിലും ഒന്ന് എന്ന രീതിയിൽ. അപ്പം ടീച്ചിങ് പ്രൊഫഷൻ ഒപ്പം ഉണ്ട്, അതേപോലെ തന്നെ എനിക്ക് വീഡിയോസ് എടുക്കാനും അത് എഡിറ്റിങ് ചെയ്യാനൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാനത് അതും ഇതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകണം എന്നോർത്ത് കണ്ടിന്യൂ ആയി. ഇപ്പം ഞാനൊരു 1.5 മാസം വളരെ കഷ്ടപ്പെട്ട്, ചിലപ്പോൾ വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല, പൊട്ട വീഡിയോ ആണെങ്കിലും ഇടാം എന്ന് തന്നെ വിചാരിച്ച് അങ്ങനെ വീഡിയോ ഇട്ട് അവസാനം അത് എന്താ പറയുക മോണിറ്ററൈസേഷൻ ആയി എന്നുള്ളതാണ്. ഇപ്പം യൂട്യൂബിൻ്റെ പുതിയ ഇതൊക്കെ വെച്ചിട്ട് 3000 വാച്ച് അവേഴ്സ്, പിന്നെ 500 സബ്ബൊക്കെ മതിയല്ലോ. 500 സബ്ബൊക്കെ എനിക്ക് നേരത്തെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് കമ്മ്യൂണിറ്റി ടാബൊക്കെ എനിക്ക് കിട്ടി, ഞാനന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് 3000 വാച്ച് അവേഴ്സ് വരുന്നതിന് മുന്നേ എനിക്ക് 3000 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ ഇടാനായിട്ട് പിന്നെ വാച്ച് അവർ കുറഞ്ഞു പോയി, അങ്ങനെയായിരുന്നു. ആ സമയത്ത് 4000 വാച്ച് അവർ വേണമെന്നായിരുന്നു, ഇപ്പം അങ്ങനെ വേണ്ടല്ലോ. പക്ഷേ എനിക്കിപ്പം 3000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തു, അതുപോലെ തന്നെ 4000 കഴിഞ്ഞു. ചാനൽ ഇപ്പം ഗ്രോത്തായി എന്നുള്ളതാണ്. നമ്മൾ എന്താ പറയുക, കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു ഫലം കിട്ടും എന്നുള്ളതാണ്. ആ ഫലമാണ് കേട്ടോ എന്താ പറയുക എനിക്കിപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. നമ്മൾ ചെയ്തൊരു കാര്യം വിജയത്തിലേക്ക് എത്തുമ്പം നമുക്ക് സന്തോഷം തോന്നില്ലേ, ആ ഒരു സന്തോഷമാണ് ഇപ്പം എൻ്റെ മുഖത്ത് കാണുന്നത്. പക്ഷെ വലിയ തെളിച്ചൊന്നുമില്ലെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പം ആസ് എ യൂട്യൂബർ എന്ന് പറയാനും ആസ് എ ടീച്ചർ എന്ന് പറയാൻ എനിക്ക് ഭയങ്കരമായിട്ട് അഭിമാനം തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഈ ഒരു സന്തോഷം എനിക്ക് നിങ്ങളെ അറിയിക്കുന്നുണ്ട്. കാരണം നിങ്ങളാണല്ലോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, നിങ്ങളാണ് ഞാൻ എന്ത് പൊട്ടത്തരം കാണിച്ചാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, അല്ല എന്നെ ചീത്ത വിളിക്കുന്ന ആളുകൾ. എനിക്ക് തോന്നുന്നു 2021 വീഡിയോ കയറി റീച്ചായി. കുറേ നെഗറ്റീവ് പറഞ്ഞു, കുറേ പേര് നല്ലത് പറഞ്ഞു. നല്ലത് പറഞ്ഞ ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ നെഗറ്റീവൊക്കെ പറഞ്ഞു. അതിൻ്റെ പേരിൽ ആ വീഡിയോ എന്ത് ചെയ്യുന്നറിയോ, കയറിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ അത് എനിക്ക് ചാനലിനെ നന്നായിട്ട് ഗ്രോത്ത് ആവാനായിട്ട് സഹായിച്ചു. പറഞ്ഞു വന്നത്, ചാനൽ മോണിറ്ററൈസേഷനായി, ഏണിങ്സ് വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം. നിങ്ങളോട് എനിക്ക് വലിയ താങ്ക് യു പറയാനൊക്കെ ഉണ്ട്, ഭയങ്കര എന്താ പറയുക നന്ദി പറയാനുണ്ട്. ആ നന്ദിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരോടും വലിയ നന്ദി. ചീത്ത വിളിക്കുന്ന ആളുകളോട്, അവരാണല്ലോ നമ്മളെ വളർത്തുന്നത്. നമ്മളെ നല്ലത് പറയുന്ന ആളുകൾ നമ്മളെ ഭയങ്കരമായിട്ടൊന്നും അങ്ങ് വളർത്തത്തില്ല. നമ്മൾ ചീത്ത വിളിക്കുന്ന ആളുകളാണ് നമുക്ക് ഇനി പ്രചോദനം തരിക. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് ഭയങ്കര സ്നേഹം തോന്നുന്നു, അല്ലാത്തവരോട് സ്നേഹം തന്നെ. അപ്പോൾ ചാനൽ ഇനിയും കാണണം, വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.